സൂക്ഷിച്ച്. കുട്ടികൾ വിടും താഴെ പമ്പരം എല്ലാം പൊട്ടി വീണു. ഇവിടെ എന്താണ് മത്സരം? അടികൈ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിക്ക് പറ്റിയിരിക്കുകയാണ്. അങ്ങ് കൈയടിക്കാൻ പറയുകയാണോ? ഞാൻ ചൊല്ലുന്ന കവിത നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഞങ്ങൾ അങ്ങയെ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ലേ കൊച്ചളിയ? എന്ത് പറ്റി കന്നാ സാർ? എന്താ കാര്യം പറയൂ. ഞാൻ ദരിദ്രരായവരെ സഹായിക്കാൻ വേണ്ടിട്ട് കുറച്ച് അരി വാങ്ങിച്ചോണ്ട് വന്നതാ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞങ്ങളെ കണ്ട ദരിദ്രവാസികളെ പോലെ തോന്നുന്നുണ്ടോ? എടാ ഇല്ലടാ, 10 കിലോ അരി വാങ്ങിച്ചപ്പോ അതിനോടൊപ്പം എനിക്കൊരു കൂപ്പൺ കിട്ടി. ലക്കി ഡ്രോയിൽ ക്രൂസിന് ടിക്കറ്റ് കിട്ടിയിരിക്കുക, ഫാമിലി ടിക്കറ്റ്. ഇപ്പൊ എന്റെ ഫാമിലി നിങ്ങളാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എന്റെ മക്കളെ പോലെയും നിങ്ങൾ എന്റെ മുത്തശ്ശിയെ പോലെയും. ഇല്ല, എന്താ ഈ പറയുന്നത്? എന്നെ കണ്ട മുത്തശ്ശിയെ പോലെയാണോ തോന്നിക്കുന്നത്? മാഡം പറയാമെന്നത് തെറ്റിപ്പോയതാണ്. അതെ അതെ, ആ ഭാര്യ എന്ന് പറയാൻ വേണ്ടിയാ വന്നത്. അതേനെ. അല്ലല്ല, അങ്ങനെയല്ല. ഈ സിറ്റിയിൽ എനിക്ക് ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ക്രൂസിൽ വരണമെന്നല്ലേ? അതെ. പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വേഗം പോകൂ, ഞങ്ങളെ തയ്യാറാവാൻ അനുവദിക്കൂ. രാജ്യങ്ങൾ ഭരിക്കും നല്ല നല്ല കിങ്സ്. എന്നോട് നിങ്ങൾ ക്ഷമിച്ചതിന് ഒരുപാട് താങ്ക്സ്. അടികൈ. വരൂ കുട്ടികളെ, ഉടൻ തയ്യാറായിക്കോളൂ. രണ്ട് കൈയിലുമുണ്ട് വിരൽ മൊത്തം 10. ഞാൻ എടുക്കുകയായിരുന്നു സൺബാത്ത്, പക്ഷെ നിങ്ങൾ എന്നെ കുളിപ്പിച്ചു. അടികൈ. സൂക്ഷിച്ചു കളിക്കൂ കുട്ടികളെ. നീ അവന്റെ ജീവൻ രക്ഷിച്ചു. കൊള്ളാലോ, പുതിയ ബോൾ. പൊട്ടിച്ചു. മാഡം ഒരുപാട് ദേഷ്യപ്പെടും. തീർച്ചയായും. ഇത് കമ്മ് വെച്ചൊട്ടിച്ചാലോ? എടാ കമ്മല്ല, ഗം, പശ. ഇത് വെച്ചൊട്ടിച്ചാൽ തീർച്ചയായും അറിയുകയില്ല. സംശയമുണ്ടോ? ഇനി പിയാനോ ഇടത്തേക്ക് ആരും വന്നു പോകരുത്, മനസ്സിലായല്ലോ? ഈ പിയാനോ ഞാൻ പ്ലേ ചെയ്യട്ടെ? എടാ, ഞാൻ നിങ്ങളോട് പെർമിഷൻ ചോദിച്ചതല്ല, കാര്യം പറഞ്ഞതാ. ഞാനിത് പ്ലേ ചെയ്യാൻ പോകുന്നു. ഐ ക്യാൻ പ്ലേ. ഞാനിതിൽ ഒട്ടിപ്പിടിച്ചു. സോർദാർ അതില് ഗമ്മ് വെച്ചൊട്ടിച്ചിരുന്നു. എന്നെ നോക്കി ചിരിക്കുന്നോടാ. എടാ, നീ എന്തിനാ സോർദാറിനെ തല്ലിയത്? ഇവനല്ലേ ഇവിടെ ഗമ്മട്ടിച്ചു വെച്ചതാ. അത് പൊട്ടിപ്പോയേക്ക് നേരാക്കാൻ വേണ്ടി ഒട്ടിച്ചതാണ്. എന്നാൽ ഇപ്പൊ ഒട്ടിപ്പിടിച്ചത് ഞാനല്ലേ. എന്നെ രക്ഷിക്ക, വേഗം രക്ഷിക്ക. ഈ പിയാനോയിൽ കൈവയ്ക്കുന്ന എല്ലാവർക്കും നല്ല പണി കിട്ടുന്നുണ്ട്. എടാ, എന്നെ ആരെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കടാ. എന്താ നീ പറയുന്നേ? നിന്റെ ശരീരത്തിൽ എല്ലെന്ന സാധനം തന്നെ ഇല്ലല്ലോ. എന്നിട്ട് ഞങ്ങളോട് പറയാ എല്ലെല്ലാം നുറുങ്ങിപ്പോയെന്ന്. ഇനി മേലാൽ ഇങ്ങനെ കള്ളം പറയരുത്. എന്റെ അമ്മച്ചി, ഇവൻ എവിടുന്നാ ഇത്രയും ബുദ്ധി കിട്ടിയത്? നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. എന്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളയുകയാണ്. ഞാൻ വേണമെങ്കിൽ തൈലം തേച്ച് തരാം. നീ എന്ത് മണ്ടത്തരാടായി പറയുന്നത്? എന്റെ ശരീരത്തിൽ നിന്റെ കൈ കൊണ്ട് തൈലം തേച്ചാൽ
പിന്നെ എന്നെ ഇവിടുന്ന് തുടച്ചെടുക്കേണ്ടി വരും. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. ആ, നിന്റെ വേദനയൊക്കെ ഇപ്പൊ മാറും. എനിക്കൊരു തവണ പരിക്ക് പറ്റിയപ്പോ മേഡം ഐസ് ക്യൂബ് വെച്ചാ വേദന മാറ്റിയത്. എന്റെ അമ്മോ, എന്തൊരു തണുപ്പായത്. അതെയോ? എന്നാ ദോശക്കല്ലിലിട്ട് ചൂടാക്കാം. കഴുതേ, ദോശക്കല്ല് വെച്ച് ചൂടാക്കിയ അതോടെ ഫ്രൈ ആകും. എണ്ണ ഒഴിച്ചാലല്ലേ ഫ്രൈ ആവുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിൽ കൂടുതൽ സഹിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? ആ ശരി, ഞാൻ നിർത്തി. സ്പൈഡർ, വേദന ഇങ്ങനെ മാറ്റാനേ പറ്റൂ. എടാ, ഏയ്, ഏയ്, എടാ എടാ, ഒന്ന് വേഗം വേഗം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് മുകളിലേക്ക് എടുക്കേണ്ടി വരൂടാ. ഹണി, ഞാൻ പറക്കുകയാണ്. നീ എന്നും പറക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നീ അതിനെ കുറിച്ച് പറയുന്നേ? കഴുതേ, വാക്യൂം ക്ലീനറിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ പറക്കുകയാണ്. സംശയമുണ്ടോ? വാക്യൂം ക്ലീനർ ഓഫ് ചെയ്യേ, ഓഫ് ചെയ്യേ. എല്ലാ സാധനങ്ങളും എന്റെ പാലിനകത്താക്കി. ആ ചെറിയ ബോളിനകത്ത് എല്ലാ സാധനവും എങ്ങനെ കൊള്ളും? പള്ളിമണി എന്തിനാ അടിക്കുന്നത് കൊച്ചളിയാ? കഴുതേ, ആരോ ഡോർ ബെൽ അടിക്കുക. വാതിൽ തുറക്ക്. പിയാനോ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയരുത്. കാട്ട്കർ മേഡം വാങ്ങിച്ചതാണ്. ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാ. വർക്കിംഗ് കണ്ടീഷനിലാ ഉള്ളത്. മാഡത്തിനോട് പറഞ്ഞേക്ക്. എത്ര മനോഹരമായ പിയാനോയാ. ആരും പിയാനോയിൽ കൊണ്ടുപോകരുത്. ഞാനൊന്ന് പ്ലേ ചെയ്യട്ടെ. വേണ്ട, എന്തെങ്കിലും കേടായാൽ മേഡം ഒരുപാട് ദേഷ്യപ്പെടും. ഒന്നും വരില്ല, ഞാൻ നന്നായിട്ട് വിസിലടിക്കുമല്ലോ. വിസിലടിക്കുന്നതിനും പിയാനോ പ്ലേ ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. സംശയമുണ്ടോ? പിയാനോ മാറിയിരിക്ക. എടാ, ആ മരമണ്ടൻ ആരെങ്കിലും ഒന്ന് പിടിക്ക്. ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് പിയാനോ പ്ലേ ചെയ്യും. നീ എന്തായി കാണിച്ചത്? ആരാ പ്ലേ ചെയ്ത? ഞാനാ. എങ്ങനെയുണ്ട്? ഒന്നിനും കൊള്ളില്ല. ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. പ്ലീസ്, അത് വേണ്ട. ഇപ്പൊ തന്നെ പിയാനോയുടെ ഒരു കീ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ പിയാനോയല്ല, ഹണിക്കിട്ടൊരു പ്ലേ കൊടുക്കാൻ വന്നതാ. സുഖമായിട്ട് ഉറങ്ങായിരുന്നു. എന്റെ ഉറക്കം മുഴുവൻ നശിപ്പിച്ചു. ഹണിയെ വിട്ടേക്ക്. ശരി എന്നാ, ഇവനെ വിട്ടേക്കാം. ബാക്കി തല്ല് നിനക്ക് തരാം. എല്ലാരും എന്തിനാ ഇങ്ങനെ പിയാനോയിൽ വന്ന് വീഴുന്നത്? എന്തെങ്കിലും ചെയ്ത മതിയാകൂ. വിശക്കുന്നു. എന്താണ് ചെയ്യുക? ഒരു വശം ചെകുത്താൻ, മറുവശം പിശാച്. നമുക്ക് എന്തായാലും ഇവരെ നേരിടണം. നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ? അവർ എത്ര പേരുണ്ടെന്ന് കണ്ടതല്ലേ? കൂടാതെ അപകടകാരികളുമാണ്.
കഥക്ക് പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാ പുറത്തേക്ക് ചെല്ലുക? പപ്പ ഈ ഹോളിലൂടെ ആരൊക്കെ പുറത്തുണ്ടെന്ന് നോക്ക്. സോറി സോറി. അല്ല, എത്ര ദിവസം കഴിഞ്ഞാ ഇങ്ങനെ ഒരു ആഹാരം കഴിക്കുന്നതാ? വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ച് കഴിച്ച് നാക്കിലെ സ്വാദ് തന്നെ പോയി. സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാടാ വീട്ടിലെ കാര്യം പറയുന്നത്? ഞാൻ എന്തെന്ന് പറയാനാ? സന്തോഷം സഹിക്കാൻ പറ്റാതായി. കറക്റ്റ് ടൈമാണ്. എല്ലാവരും ആഹാരം കഴിക്കുന്ന ധൃതിയിലാ. എടാ കുഞ്ഞാ, അവരിതേ പുറത്തു വന്നടാ. കോഴിയിടും ദിവസവും മുട്ട ഒന്ന്. ശരിക്കും നിങ്ങൾ കണ്ടോ എന്റെ പവർ എന്താണെന്ന്? അടികൈ. റവ ഉപ്പുമാവ് വേണോ? വേണം. എങ്ങനെയാ ഉണ്ടാക്ക? അതിങ്ങ് താന്നേ. ശരിയാണല്ലോ. വല്ലാതെ വെള്ളം ദാഹിക്കുന്നു. എനിക്ക് വെള്ളം കുടിക്കാം. എന്നാൽ പൈപ്പ് അങ്ങയുടെ പക്കലാണ്. എന്നാ കുടിച്ചോ. കല്യാണത്തിന് കൊടുക്കും പൂച്ചെണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അടികൈ. അല്ല, വെള്ളം എങ്ങോട്ടാണ് പോയത്? പ്രഷർ കുറവാണല്ലോ. ശവരൊന്ന് ഫാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മേഡം, വെള്ളം വരുന്നില്ല. എന്തൊരു ചൂടാണിത്! അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത്രയധികം വെള്ളമോ? എന്തായാലും ഒന്ന് കുളിക്കാം. സംശയമുണ്ടോ? പട്ടണത്തിൽ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ്. അങ്ങേടത്ത് ഇത്രമാത്രം വെള്ളമുണ്ടല്ലോ. ഇരകളെല്ലാം താഴേക്ക് കൊഴിഞ്ഞു. പോണ്ടിലുള്ള വെള്ളവും കാണാതെ പോയിരിക്കുന്നു. മേഡം, നമുക്കും പോയി വെള്ളം കൊണ്ടുവരാം. നമ്മളിപ്പോ രഗിസ്ഥാനിലുള്ള പോലെ എനിക്കിപ്പോ തോന്നുന്നത്. ഈ വർഷം എന്തായാലും ചൂട് കുറച്ച് കൂടുതലാ. ഈ സൗണ്ട് എവിടെ നിന്ന് വരുന്നു?
വേഗം നിങ്ങൾ മതിൽ ചാടിക്കോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത്രയധികം വെള്ളമോ? നല്ല തണുത്ത വെള്ളം. ഈ ചൂട് ശമിപ്പിക്കാൻ ഏക മാർഗം ഇതേ ഉള്ളൂ. അടിച്ചു പൊളിക്കാനുള്ള സമയം എത്തിപ്പോയി. ഹണി ഹണി ബണി അങ്ങോട്ട് നോക്ക്. ഹണി ഓടിക്കോ, ഹണി ഓടിക്കോ. കൊച്ചളിയാ, വെള്ളത്തിൽ എങ്ങനെയാ ഓടുക? വേണമെങ്കിൽ നീന്താ. അത് തന്നെടാ പറഞ്ഞത്. കരയുടെ അടുത്തേക്ക് ചെല്ല്. എടാ കുഞ്ഞാ, പാസഞ്ചേഴ്സ് എല്ലാം എങ്ങോട്ടാടാ പോയത്? നോക്കിയിരുന്ന പൂച്ച മീനും കൊണ്ടുപോയി. രക്ഷപ്പെട്ടു. അവരിവിടുന്ന് പോയി. അടികൈ. വേണ്ട. പറയുന്ന കേക്ക്. വാതിൽ തുറന്നില്ലെങ്കിൽ തല്ലി പൊളിക്കും ഞാൻ. ഇല്ല, ഇത് സ്റ്റീലിന്റെ കഥ കാണാൻ അതിന് കഴിയില്ല. എടാ മര്യാദയ്ക്ക് തുറക്ക. എന്നിട്ട് വന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാ. ഞങ്ങൾ ഇതൊന്നും കൊള്ളയടിച്ചോട്ടെ. വീട്ടിൽ പോയി ഒരുപാട് വടിയുള്ളതാടേ. പാവം അവൻ കരയാ. അഴുതേ, അതെങ്ങാനും തുറന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ കരയണം. സംശയമുണ്ടോ? ഈ കാശ് കൊണ്ടാ വീട്ടില് പച്ചേരി വാങ്ങേണ്ടേ. അത് മനസ്സിലാക്ക. ഇതില്ലെങ്കിൽ വീട് തന്നെ പട്ടിണിയിലാകും. ഞങ്ങൾ കുറച്ചേ കൊള്ളയടിക്കൂ. എന്തുവാടേ മനസ്സാക്കിയില്ലേ? തുറക്ക. വാശി പിടിക്കാതെ തുറക്കണേ എന്റെ സാറേ. എടാ കുഞ്ഞാ, നമ്മൾ കൊള്ളക്കാരാണ്, ഭിക്ഷക്കാരല്ല. ഇവരെത്ര നേരം അകത്തിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ തുറക്കില്ല അല്ലേ? എങ്കിൽ ഞങ്ങൾ ഇത് വെളിയിൽ നിന്ന് പൂട്ടാൻ പോവുകയാണ്. എത്ര നേരം നിങ്ങളൊന്ന് കഴിക്കാതെ അകത്തിരിക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കൊച്ചളിയാ, അവൻ എന്നെക്കാളും വലിയ കഴുതയാണ്. നമ്മള് റെസ്റ്റോറന്റിലാ ഉള്ളത്. ഇവിടെ കഴിക്കാനാണെങ്കിൽ ഒരു പ്രയാസമില്ല. ഇത് റെസ്റ്റോറന്റ് മാത്രമാണ്, എന്നാൽ ഇതിന്റെ കിച്ചൺ അപ്പുറത്താ ഉള്ളത്. ഓ ഗോഡ്, പൈററ്റ്സിന്റെ അറ്റാക്ക് ആണത്. ഡോൺ വറി, ഈ കാര്യം പോപ്പറ്റിനോട് പറഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെന്ന് അവൻ പാരറ്റ്സിനോട് പറയും. എടോ, പാരറ്റ്സ് അല്ല, പൈററ്റ്സ്, കടൽ കൊള്ളക്കാരാ. നിങ്ങൾ ഉടൻ തന്നെ മുറിയിലേക്ക് പൊയ്ക്കോളൂ. അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തേക്കൂ. അവരെ നേരിടാനായിട്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വാ. അറ്റാക്ക്. പോയി അവനെ എടുത്തടിക്കടാ. വേണ്ട വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട കുഞ്ഞാ. പറഞ്ഞോളൂ മുഞ്ഞ. നമ്മളെന്താ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ചെയ്യാനാണോ ഈ കപ്പലിലേക്ക് വന്നത്? തീർച്ചയായും അല്ല, എല്ലാം കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. എന്നാ വേഗം വേഗം എല്ലാം കൊള്ളയടിക്ക. പിടിച്ചോ.
Thank you, Poppet. ഒത്തുപിടിച്ചോ ഐലേസ. ഗോസ് നീ പണി തുടങ്ങിക്കോ. കമാൺ. നമ്മൾ ഇവിടെ നിന്നും ഒരു ടണൽ പിങ്കുവിന്റെ കുളത്തിലേക്ക് കുഴിക്കും. എടുത്തോ. എടാ വേഗം വരുന്നടാ. ആ എത്തിപ്പോയി. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വേഗം ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വെള്ളം വരുന്നുണ്ട്. വെള്ളം വരുന്നു വരുന്നു. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വാട്ടർ മാഫിയയുടെ വെള്ളം തന്നെ മോഷ്ടിക്കുന്നോടാ. എന്തൊരു ധൈര്യം നിനക്കൊക്കെ. ഞങ്ങൾ ഒരു മോഷണവും നടത്തിയിട്ടില്ല. ഇത് ഞങ്ങളുടെ വെള്ളമാണ്. സംശയമുണ്ടോ? എന്റെ വെള്ളം നിങ്ങൾ എടുത്തു. ഇനി നിങ്ങളുടെ എന്റെ ആൾക്കാർ ഊരിയെടുത്തോളും. അത് ശരി. എങ്കിൽ വേഗം വാ, ഒരു കൈ നോക്കാം. അയ്യോ അയ്യോ.